ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഘർഷം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിനടുത്ത് ആണവ അന്തർവാഹിനി വിന്യസിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് മറ്റൊരു രാജ്യവുമല്ല, ബ്രിട്ടനാണ് ആണവ അന്തർവാഹിനി ഹോർമൂസ് കടലിടുക്കിന് അടുത്ത് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടന്റെ ബേസുകളെല്ലാം തന്നെ ഡിഗോ ഗാർഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. പോരാത്തതിന് ബ്രിട്ടനിലും മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ഞങ്ങൾ യുദ്ധത്തിലേക്ക് കടക്കില്ല എന്ന് കണിശമായി പറഞ്ഞ ബ്രിട്ടൻ ഇപ്പോൾ ഇറാനെതിരെ ആണവ അന്തർവാഹിനി ഹോർമൂസ് കടലിനടുത്തേക്ക് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ വലിയ പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതായത് ഇംഗ്ലണ്ട് അടക്കമുള്ള, ജർമ്മനി, ഫ്രാൻസ് അടക്കമുള്ള മറ്റ് നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ ചെവിയിൽ നുള്ളിക്കോളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ എനിക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങളെ ആരെയും കണ്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള സൈന്യമുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോഴിതാ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആരംഭിച്ച് 3 ആഴ്ചയിലേറെ കഴിഞ്ഞ ശേഷം യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണം കാണുന്നില്ല. ഈ യുദ്ധത്തിൻ്റെ സംഘർഷം തുടർച്ചയായി വർദ്ധിക്കുന്നതിൻ്റെ സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇറാനെതിരെ ഈ വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. ടോമഹോക്ക് മിസൈലുകൾ ഘടിപ്പിച്ച ബ്രിട്ടീഷ് ആണവ അന്തർവാഹിനിയായിട്ടുള്ള HMS ആൻസൺ അറബിക്കടലിലെ ഹോർമൂസ് കടലിനടുത്തെത്തിയതായി ചോർന്ന ഒരു റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഇറാനെതിരെ കൂടുതൽ ആക്രമണാത്മക സൈനിക നടപടിയെടുക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ് ബ്രിട്ടീഷ് അന്തർവാഹിനി അവിടേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ബ്രിട്ടീഷ് അന്തർവാഹിനി ഈ മാസം ആദ്യം ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് മാർച്ച് 6 പുറപ്പെട്ടതായി പറയപ്പെടുന്നു. ഇപ്പോൾ HMS ആൻസൺ അറബിക്കടലിലെ വടക്കൻ ഭാഗത്ത് ഹോർമൂസ് കടലിടുക്കിന് വളരെ അടുത്തായി തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനം ഈ ബ്രിട്ടീഷ് അന്തർവാഹിനി ഏറ്റെടുത്ത് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രിട്ടന്റെ ആണവശക്തിയുള്ള അന്തർവാഹിനിയിൽ 1600 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ടോമഹോക്ക് ബ്ലോക്ക് 4 ലാൻഡ് അറ്റാക്ക് മിസൈലുകളും സ്പിയർ ഫിഷ് ഹെവി വെയ്റ്റ് ടോർപിഡോകളും ഉൾപ്പെടെ അത്യാധുനികമായിട്ടുള്ള നിരവധി ആയുധങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ആ അന്തർവാഹിനിയെ കൂടുതൽ ശക്തമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇറാന്റെ ഈ യുദ്ധത്തിൽ ബ്രിട്ടനും ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ യുദ്ധം കൂടുതൽ രാജ്യങ്ങൾ ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.